എൻ്റെ പേര് ജിബിൻ, ഇത് അഭിലാഷ്, ഇത് അലൻ, ഇത് ഞങ്ങളുടെ മെൻറ്റർ ശ്രീജ് സാറ്. ഞങ്ങൾ സെൻറ്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാത്താമുട്ടത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ ചെയ്തേക്കുന്നത് പൊല്യൂഷൻ ഫ്രീ 2 stroke IC എഞ്ചിൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇത് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇന്നത്തെ ലോകത്തിൽ പൊല്യൂഷൻ ഏറ്റവും കുറയ്ക്കുന്നത് എന്താണോ അതിനാണ് വാല്യൂ കിട്ടുന്നത്. ഇപ്പം 2 stroke IC എഞ്ചിൻ ലോകത്തിലെ പല രാജ്യങ്ങളിലായിട്ട് ബാൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഈ ഒരു ഇതാണെങ്കിൽ ഇപ്പം ഇന്ത്യയും ചൈനയുമാണ് ഈ 2 stroke IC എഞ്ചിൻ ആദ്യമായിട്ട് ബാൻ ചെയ്യുന്നത്. പിന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും ബാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പം ഞങ്ങളുണ്ടാക്കിയ 2 stroke IC എഞ്ചിനിൽ 2 strokeൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 4 stroke എഞ്ചിൻ വെച്ചിട്ട് കപ്പിൾ ചെയ്തിട്ടാണ് ഞങ്ങളിത് ചെയ്തേക്കുന്നത്. ഇതിൽ ബേസിക്കലായിട്ട് പറയുകയാണെങ്കിൽ 2 strokeന് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് 2 സ്ട്രോക്കിലാണ് പവർ കിട്ടുന്നത്. 2 strokeനകത്ത് 2 സ്ട്രോക്കിലാണ് പവർ കിട്ടുന്നത്. ഈ 2 strokeൽ പവർ കൂടുതൽ വേണ്ട സാഹചര്യങ്ങളിൽ 2 stroke ഉപയോഗിക്കാറുണ്ട്. അത് വളരെ ഹാൻഡിയാണ്. പിന്നെ 4 strokeനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 stroke തീരെ കോമ്പാക്റ്റ് ആയിരിക്കും. 4 stroke ഹൈ ലോഡുകളൊന്നും എടുക്കാറില്ല, 2 stroke അതെടുക്കും. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2006 നൈജീരിയൻ കോൺഫറൻസിൽ നൈജീരിയയുടെ ഓട്ടോമോട്ടീവ് കൗൺസിലിൽ ഡയറക്ടർ ജനറൽ അയക്കുന്ന എഞ്ചിനീയർ അമിനു ജലാൽ എന്ന് പറഞ്ഞ ആൾ ഒരു പൊല്യൂഷൻ ഫ്രീ ക്ലീൻ എയർ ക്ലീൻ ഫ്യൂവൽസ് ആൻഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന മെയിൻ കാര്യം അഡ്വാൻറ്റേജസ് ഓവർ 4 stroke എഞ്ചിൻ. 2 strokeൻ്റെ അഡ്വാൻറ്റേജസ്: they do not have valves which simplifies their construction and lowers their weight. Here ഇവിടെ വാൽവ് ഇല്ലെങ്കിൽ കൂടി 2 എഞ്ചിൻ കപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയും സൈസേ വരുന്നുള്ളൂ. അത് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ലെവലിൽ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അത് ഇതിനേക്കാൾ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, they fire once every revolution while 4 stroke engine fires one every other revolution. This gives them better power to weight ratio. ഇതിനകത്താണെങ്കിൽ ഫസ്റ്റ് സ്ട്രോക്കിൽ ഇവിടെ പവർ കിട്ടുമെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള സ്ട്രോക്കിൽ ഇവിടെ ആയിരിക്കും പവർ. ഇതിൽ ഒറ്റ പിസ്റ്റനാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം തൽക്കാലത്തേക്കിന് ഞങ്ങൾ 2 പിസ്റ്റൺ ജോയിൻ ചെയ്തിരിക്കുക സെൻറ്ററിലെ സ്കോച്ച് മെക്കാനിസം വെച്ചിട്ട്. ഇതുവഴി ഞങ്ങൾക്ക് ഈ ഇപ്പം പറഞ്ഞ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇതിനകത്ത് 4 സ്ട്രോക്കിലാണെങ്കിൽ ഇപ്പം 4 സ്ട്രോക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2 സ്ട്രോക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് പവർ കിട്ടും. അതായത് ഇൻഎഫക്റ്റായിട്ട് ഇതൊരു 2 stroke എഞ്ചിനായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുവാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം അഡ്വാൻറ്റേജ്, they can work in any orientation which can be important in handheld devices like chainsaws as there is no oil reservoir dependent upon gravity. ഇതിൻ്റെയും അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. ഈ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഡിസൈൻ വെച്ചിട്ട് ഈ എഞ്ചിനെ ഏത് ഓറിയൻറ്റേഷന് വേണമെങ്കിലും നമുക്ക് അലൈൻ ചെയ്യാൻ സാധിക്കും. അതനുസരിച്ച് നമുക്കിപ്പം എഞ്ചിനെ വെച്ചിട്ട് വണ്ടി ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. വണ്ടിയെ വെച്ചിട്ട് നമുക്ക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, എഞ്ചിൻ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. പിന്നെ 2 strokeൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് അടുത്തായിട്ട് പറയുന്നത്. there is no dedicated lubrication system. The lubricants mixed with fuel 2 stroke engines therefore do not last as long as 4 stroke as their parts wear out faster. ഇതിനായിട്ട് കണക്റ്റിംഗ് പാർട്സ് എല്ലാം കുറവാണ്. അത് കാരണം അതിനകത്തുണ്ടാകുന്ന വിയറും ടിയറും കുറവാണ്, ഫ്രിക്ഷൻ കുറവാണ്. ഇതിനകത്തൊരു ജോയിൻ്റ് ഇല്ല. അത് കാരണം ഇതെല്ലാം സിമ്പിളായിരിക്കും. അത് കാരണമാണ് ഇതിനകത്ത് ഫ്രിക്ഷൻ കുറവാണെന്ന് പറയുന്നത്.